മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരാണ് നമ്മളേവരും, മനുഷ്യരക്തമാണ് സിരകളിൽ. മനുഷ്യരായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. മനുഷ്യനായി കഴിഞ്ഞു കൂടുവാൻ മതവിമുക്ത രമ്യ കേരളം. കേരളം കേരളം മതവിമുക്ത രമ്യ കേരളം. മതവിമുക്ത രമ്യ കേരളം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി മാസം 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കുകയാണ്. 1994 ജനകീയത്തിൻ്റെ പത്രാധിപരും കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന തെങ്ങമം ബാലകൃഷ്ണൻ്റെയും പത്രപ്രവർത്തകൻ ആർ തുളസിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തെ മതവിമുക്തമാക്കുക എന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ സിലബസിൽ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലും എല്ലാ കാര്യങ്ങളിലും മതം കൈകടത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതം വിദ്യാഭ്യാസ രംഗത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അവരെ ഒഴിച്ചു നിർത്തണം എന്നുള്ളൊരാശയമാണ് വളരെ പുരോഗമനപരമായ, മനുഷ്യനായി ജീവിക്കുവാൻ കേരളീയരെ പ്രാപ്തരാക്കുന്ന ഒരാശയമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം. വളരെയധികം പ്രസിദ്ധരായിട്ടുള്ള അതിഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിഖ്യാത ബംഗ്ലാദേശ് എഴുത്തുകാരി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവായിട്ടുള്ള തസ്ലിമ നസ്റിനാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് യുക്തിരേഖ മാധ്യമ പുരസ്കാരം തസ്ലിമ നസ്റിന് നൽകുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി നിരവധി സിമ്പോസിയങ്ങൾ, പ്രഭാഷണങ്ങൾ എല്ലാം ഈ സമ്മേളനത്തിൽ നടക്കുന്നുണ്ട്. ഡോക്ടർ TS ശ്യാംകുമാർ, ഡോക്ടർ വൈശാഖൻ തമ്പി തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രസിദ്ധരായിട്ടുള്ള, വിഖ്യാതരായിട്ടുള്ള പ്രഭാഷകർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ, എല്ലാ പുരോഗമനവാദികളുടെയും ശ്രദ്ധ ലോകം നിലനിൽക്കണം, ലോകം സെക്യുലറായിട്ട് നിലനിൽക്കണം, മതമല്ല മനുഷ്യനാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആ ആശയത്തോട് താല്പര്യമുള്ള എല്ലാവരുടെയും സഹകരണങ്ങൾ ഈ സമ്മേളനത്തിന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ മതങ്ങളും അതിൻ്റെ ഗോത്രകാല സംസ്കാരങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സൈബർ യുഗത്തിലും യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മതരാഷ്ട്രങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങൾ എമ്പാട് സംഭവിക്കുമ്പോഴും ഇന്ത്യ അതിലും വ്യത്യസ്തമല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദം, ഹൈന്ദവ തീവ്രവാദം, ബ്രാഹ്മണിക അധിനിവേശം, ക്രൈസ്തവ രാഷ്ട്രീയം എല്ലാം തന്നെ പരസ്പരം മത്സരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ മനുഷ്യൻ എന്നത് അർത്ഥശൂന്യമായൊരു പദമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മതം ദീനികളുടെ ഇത്തരമൊരു സംസ്കാരത്തിൽ മതേതരവാദികളുടെ, മനുഷ്യസ്നേഹികളുടെ ഒരു മഹാസംഗമമാണ് കൊല്ലത്ത് നടക്കുന്നത്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ജനുവരി 9, 10, 11 തീയതികളിൽ നടക്കുമ്പോൾ അത് മതേതരവാദികളുടെ, മനുഷ്യസ്നേഹികളുടെ ഒരു മഹാസംഗമമായി മാറുകയാണ്. വിഖ്യാത എഴുത്തുകാരി തസ്ലിമ നസ്രീൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാനവീയവാദികളും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ തന്നെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളിലൂടെ കേരളത്തിലെ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ, വിശ്വപൗരത്വത്തിൻ്റെ, മതാതീതമായ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് മുഴുവൻ മനുഷ്യസ്നേഹികളെയും, മാനവികവാദികളെയും, മതേതരവാദികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. യുക്തിവാദി സംഘത്തിൻ്റെ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കുകയാണ്. കൊല്ലം സോപാനം കലാക്ഷേത്രത്തിലാണ് സമ്മേളനം നടക്കുന്നത്. ഇതിനു മുമ്പ് 1994 കൊല്ലത്ത് യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. അന്ന് ആ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ച എനിക്ക് ഈ സമ്മേളനം വർഷങ്ങൾക്ക് ശേഷം
വീണ്ടും കൊല്ലത്ത് വരുമ്പോൾ ആഹ്ലാദമുണ്ട്. 94 നിന്ന് 2026 എത്തുമ്പോൾ കേരള സമൂഹം അന്നുണ്ടായതിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും തിരികെ നടക്കുന്ന ഒരു വലിയ ദുരന്ത കാലത്തിലാണ് ഈ സമ്മേളനം കൊല്ലത്ത് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ സമ്മേളനം കഴിയുമ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തിന് ഒരു പുതിയ ദിശ നൽകാനും പുരോഗമനവാദികൾക്ക് ഒരാവേശമാകാനും ഈ സമ്മേളനം കഴിയട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന പ്രതിഭകൾ, അതിനേക്കാൾ ഉപരി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഓരോ പ്രതിനിധിയും ഇതൊരു പ്രതിജ്ഞയായി എടുത്ത് സമ്മേളനം കഴിയുമ്പോൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും യുക്തിവാദ സംഘത്തിൻ്റെ തിരിതെളിയിക്കാൻ അവർ പ്രാപ്തരാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമ്മേളനത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ പൊതു സെഷനുകളിലെല്ലാം നല്ല നാട്ടുകാരും നല്ല ചിന്തകരും നല്ല അഭ്യുദയകാംക്ഷിയായ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ആർ തുളസി. നമസ്കാരം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ 34ാം സംസ്ഥാന സമ്മേളനം ജനുവരി മാസം 9, 10 തീയതികളിൽ കൊല്ലം സോപാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ഈ സമ്മേളനം 31 വർഷത്തിന് ശേഷമാണ് നമ്മുടെ കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കേരള യുക്തിവാദി സംഘത്തിന്റെ 34ാം സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 10, 11 തീയതികളിൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ ഞാനും പങ്കെടുക്കുന്നു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇവിടെ ഇക്കാലത്തിൽ ഉണർവായിരിക്കേണ്ട ഇതിഹാസമാണീ ശാസ്ത്രം. ഇമയൊന്നു പൂട്ടാതെ കരുതിയിട വേണം നവലോകമർത്യരീ ബോധം. ഇവിടെ ഇക്കാല